ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന് സുബഹ് നിസ്കരിച്ചിരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇന്ന് ജുമാക്ക് നിങ്ങൾ പ്രത്യേകമായ ഒരു ഉത്ബോധനം നടത്തിയിട്ടില്ലെങ്കിൽ ജനങ്ങളൊക്കെ പിഴച്ചു പോകുന്നു. എന്താണ് ഇവിടെ തളങ്കര പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കയറിയിട്ട് ഒരു സമ്മേളനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം. ഒരു പ്രാവശ്യം അവരെ സദസ്സിലിരുന്നാൽ ഖുർആനുള്ളപ്പം പിന്നെന്തിനാണ് മൗലിദ് എന്ന്? ഖുർആൻ ഓതിയാ പോരെ, അതിനേക്കാൾ കൂലി വേറെ ഇതിനാ കിട്ടുക. സാധാരണക്കാർക്ക് അതിനേക്കാൾ വലുതെന്താണ്? അനാവശ്യമായ അല്ലാഹു തആല നമ്മളെ നിങ്ങളെ എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം തരാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് മഖബറകളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ച് സാധാരണക്കാരെ ഈമാൻ ഭരിച്ചെടുക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് പറയാൻ പറ്റുന്നതല്ല. മാ അന അലൈഹി വഅസ്ഹാബി, അങ്ങനെയാണ്. നിങ്ങളെ പേരിൽ യകൂന ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. ഇന്നേ വരെ നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ പറയുകയോ ചെയ്യുകയോ ചെയ്യാത്ത, നിങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങളുമായി വരുന്ന ആളുകൾ ഉണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി ശരിക്കും ശ്രദ്ധിച്ചോളണം. ഈ സമുദായം 73 വിഭാഗമാകുമെന്ന് പറഞ്ഞില്ലേ? ആ സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്യണം? നബിയെ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹദീസ് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണം. അവസാന കാലമാകുമ്പോ പല വാദത്തിലുള്ള ആളുകളും വരും. 73 വിഭാഗമാകും. ഞങ്ങളതാ സ്വീകരിക്കേണ്ടത്, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഞാനും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളായ മഹാന്മാരായ സഹാബികളും കാണിച്ചു തന്ന മാർഗത്തിനെ നിങ്ങൾ നിർബന്ധമാക്കണം. അലൈക്കും തമസ്സകൂ ബിഹ, അത് നിങ്ങൾ മുറുക്കി പിടിക്കണം. പോരാ വഅല്ലൂ അലൈഹ, അത് നിങ്ങൾ കടിച്ചു പിടിക്കണം. സാധാരണ കടിച്ചു പിടിച്ചാൽ പോലെ ബിന്നവാജിദി, നിങ്ങളെ അണപ്പല്ലുകൾ കൊണ്ട് തന്നെ കടിച്ചു പിടിക്കണം, അല്ലേ തെറിച്ചു പോകും. അതന്നെ കൈകൊണ്ട് പിടിച്ചാ പോരാ, ഒറ്റ വലിക്ക് നമ്മളടക്കങ്ങ് പോകും. മുൻപല്ല കൊണ്ട് കടിച്ചു പിടിച്ചാൽ മുൻപല്ലടക്കം തെറിച്ചു പോകും. അതുകൊണ്ടാണ് ഹബീബായ മുത്തനബി വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണോ. ഹദീസിന്റെ പകുതി കേൾക്കുമ്പോഴേക്ക് ഇത് തന്നെ ആ ശരീരം വിചാരിച്ചിട്ട് പോകാൻ പാടില്ല. നമ്മളിപ്പോ മഞ്ചത്തടുക്ക മക്കാമുറൂസ സയ്യിദ് ഹുസൈൻ മദനി തങ്ങളുടെ തങ്ങളെ പറഞ്ഞില്ലേ എന്തിനാ വരുന്നത് മക്കാമിലേക്ക്? എന്താണ് ഹബീബായ മുത്തനബി കാണിച്ചു തന്നത്? എന്താണ് സഹാബത്തിന്റെ മാർഗം? എന്താ പോവാൻ പാടില്ല എന്നല്ല, അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്തായ കഴിവുകൾ, ആ കഴിവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുകയാ.
അവരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിനാ വഇന്നാ നതവസ്സലു ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണത്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്. ഹബീബായ മുത്തുനബിയെ തവസ്സുലാക്കിക്കൊണ്ട് ഞങ്ങൾ അല്ലാഹുവിനോട് തേടാറുണ്ടായിരുന്നു. വഇന്നാ നതവസ്സലു ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. നബി തങ്ങളെ അമ്മായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ തവസ്സുലാക്കിക്കൊണ്ട് ഞങ്ങൾ തേടുന്നു, റബ്ബേ ഫസ്ഖിനാ, ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്. തവസ്സുലാക്കിക്കൊണ്ട് സഹാബത്ത് ചെയ്ത ദുആയാണ് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ആ ശിർക്കാന്ന് പറഞ്ഞാൽ പിന്നെന്ത് ബുഖാരി, എന്ത് ദീനാണുള്ളത് പിന്നെ ഇവിടെ? ഇമാം ബുഖാരിയുടെ ഉസ്താദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. അസാബൽ നാസ ഖഹത്തുൻ ഫീ സമനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ അമീറുൽ മുഅ്മിനീൻ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലം. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പറയാത്ത ഒരു കാര്യം ചെയ്താൽ നിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്താണ്. മഴ കിട്ടാതെ ജനങ്ങളെല്ലാം പ്രയാസപ്പെട്ടപ്പോൾ ഫജാഅ റജുലുൻ ഇലാ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ കാലത്ത് ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയാണ്, ഒരു സഹാബിയാണ് ബിലാൽ ബിൻ റബാഹ്. ബിലാൽ എന്ന് പറഞ്ഞ ഒരു സഹാബിയാണ് ഹബീബായ മുത്തുനബിയുടെ ഖബറിന്റെ അരികിൽ ചെല്ലുന്നത്. എന്നിട്ടോ അവിടെ ചെന്നിട്ട് ഹബീബായ മുത്തുനബി അങ്ങ് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇല്ല ഉമ്മത്തക ഖദ് ഹലകൂ. നബിയെ, സമുദായത്തിന് മഴ കിട്ടാതെ പ്രയാസത്തിലാണ്, അവരെല്ലാം നാശത്തിലേക്ക് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നബിയെ, ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. സമുദായത്തിന് മഴ വാങ്ങിത്തരണം നബിയെ. ആരോട്? ഖബറിൽ കിടക്കുന്ന മഹാനായ ഹബീബായ മുത്തുനബിയെ വിളിക്കുകയാണ് ഒരു സഹാബി. വിളിച്ചിട്ട് ഹബീബായ മുത്തുനബിയോട് പറയുകയാണ്, തങ്ങളുടെ സമുദായം മഴ കിട്ടാതെ പ്രയാസപ്പെടുകയാണ്, നാശത്തിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ സമുദായത്തിന് മഴ വേണം നബിയേ. ആര കാലത്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത്. അയാൾ എവിടുന്നോ വന്നതാ, സിയാറത്തിന് വന്നതാ കൂട്ട അഞ്ചത്തടക്കയിലേക്ക്. ഹദീസ് പറയുന്ന അയാൾ ദുആ ചെയ്ത് അയാളൊന്ന് വിശ്രമിക്കാൻ അല്പനേരം അങ്ങ് കിടന്നു. അയാൾ ഉറങ്ങിപ്പോയപ്പോൾ ഹബീബായ മുത്തുനബി സ്വപ്നത്തിൽ വന്നു. സ്വപ്നത്തിൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഉമറിന്റെ അടുക്കൽ ചെല്ലണം, എന്റെ സലാം പറയണം. ഉമറിനോട് പറയണം, അന്നഹും യുസ്ഖൗന, ഇപ്പം മഴ പെയ്യൂന്ന് പറയണം. ഇപ്പം മഴ പെയ്യുമെന്ന് പറയണം. ഈ മഹാനായ മനുഷ്യൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ചെല്ലുന്നു, സലാം പറയുന്നു. നബി തങ്ങൾ ഖബറിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചത് പറയുന്നു. നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നത് പറയുന്നു. നബി തങ്ങൾ സലാം പറയുന്നു. ഉമർ ഖത്താബ് തങ്ങൾ സലാം അടക്കുന്നു. മഴ കിട്ടുമെന്ന് പറയുന്നു. മഴ അവർക്ക് കിട്ടുന്നു. ഹബീബായ മുത്തുനബി ആ മഴ പെയ്യുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നേ. എന്നാൽ ഈ സഹാബിയോട് നബി തങ്ങൾ കാണിക്കാത്ത ഒരു കാര്യം ചെയ്താൽ ഇസ്ലാമിൽ നിരക്കാത്തതായിരുന്നെങ്കിൽ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ അപ്പം വാളിന്റെ ഇരയാക്കുമായിരുന്നു. ചെയ്തില്ല. അങ്ങനെയാ സഹീഹായ ഹദീസാണ് പറയുന്നത്. പിന്നെ നമ്മക്ക് എന്താ പേടിക്കാനുള്ളത്? എന്താ പേടിക്കേണ്ടത്? മഹാനാ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. നിങ്ങളൊന്ന് കേൾക്കി. ഇത് സുന്നികളല്ലാണ്ട് വേറെ ആരും ചെയ്യൂല. നിങ്ങളും കേട്ടു നോക്കിയതാ. സിദ്ദീഖ് തങ്ങൾ വഫാത്തായി.
ജനാസ എടുത്തിട്ട് മദീന പള്ളിയിൽ ചെന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഹബീബായ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്താണ് സിദ്ദീഖ് തങ്ങൾ മറവ് ചെയ്തത്. മദീനത്തെ പോയാൽക്കറിയാം. പക്ഷെ ജനാസ വാതിലിന്റെ പുറത്തങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഉള്ളിലേക്ക് കിടത്താൻ ആർക്കും ധൈര്യം വന്നില്ല. കാരണം റസൂലുള്ളാഹി അവിടെ കിടക്കുന്നില്ലേ. എന്റെ വിഷയം എന്താന്ന്, മഹാന്മാരുടെ മഹത്വം അവരെ മഹത്തറിയണമെങ്കിൽ അവരാരാന്ന് പഠിക്കണം. സിദ്ദീഖ് തങ്ങളെ ജനാസ കൊണ്ടുവന്ന് മുമ്പിലങ്ങ് വെച്ച് വാതിലിന്റെ പുറത്ത് വെച്ചു. ഉള്ളിലേക്ക് കടത്താൻ ധൈര്യമില്ലാതിരുന്നപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ പോലും ആ കൂട്ടത്തിലുണ്ട്. ജനാസ അവിടെ വെച്ചിട്ട് അവര് ഹബീബായ മുത്തുനബിയെ അങ്ങ് വിളിച്ചു, യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മരിച്ചുപോയവരെ വിളിച്ചാൽ അപ്പം ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് പറയുന്നവരുണ്ട്. അത് ഏത് പ്രവാചകൻ പഠിപ്പിച്ചാൽ നമുക്കറിയില്ല. ആരാ പഠിപ്പിച്ചെന്നറിയില്ല. ഇപ്പം ബൈത്തുൽ മുഖദ്ദസ് മറ്റോ ജൂതന്മാര് വന്ന് കളിച്ചാലും ഇതരെ നടത്തിയവർക്ക് കൊടുക്കരുത് എന്നാണ്. ഒരൊരു വിഭാഗത്തിനെ മനസ്സിലാക്കണം. ബൈത്തുൽ മുഖദ്ദസ് കയറിയിട്ട് ഇസ്രായേലികൾ പന്ത് കളിച്ചാലും ഹമാസിന് കൊടുക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ പഠിച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അത് മുഅ്മിനീങ്ങളുടെ കരങ്ങളിൽ അല്ലാഹു ഏൽപ്പിക്കട്ടെ. യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ്. നബിയേ, അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അബൂബക്കർ തങ്ങളുടെ ജനാസ വാതിലിന്റെ പുറത്തുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം നബിയേ? എന്താ ചെയ്യാ? വംഫതഹൽ ബാബ്. ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാനുള്ള വാതിൽ അങ്ങ് തുറന്നു. ആരാ തുറന്നത്? ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നാളുണ്ടാവും. വംഫതഹ എന്ന് പറഞ്ഞാൽ താനെ തുറന്നു, ആളില്ല. വംഫതഹൽ ബാബ്, വാതിൽ അങ്ങ് തുറന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. സ്നേഹിതന്റെ അടുക്കലേക്ക് കടത്തിക്കൊണ്ടുവരൂ. ആ സമ്മതം കിട്ടിയതിന്റെ ശേഷമാണ് സിദ്ദീഖ് തങ്ങളുടെ ജനാസ ഹബീബായ മുത്തുനബിയുടെ അടുത്ത് മറവ് ചെയ്യാൻ സഹാബത്ത് കൊണ്ടുപോയത്. ഇമാം ബഹറുദ്ദീൻ റാസി തന്റെ അത്തഫ്സീറുൽ കബീറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? സഹാബികളൊക്കെ സുന്നികളാ. നിങ്ങൾ വിചാരിച്ച മുജാഹിദ് ജമാഅത്തൊന്നും അല്ല. ആ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ അവരിൽ ആരോട് പിൻപറ്റിയാലും സ്വർഗത്തിലേക്കുള്ള മാർഗമാണത്. ആ മാർഗമാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ സഹാബത്തിന്റെ മാർഗത്തിലൂടെയാ പോവേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വഫാത്തായപ്പോഴും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പല മഹാന്മാരും ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ തങ്ങളെ മറവ് ചെയ്ത അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, ഹാദാ ഉമർ ബിൽ ബാബ്. എന്ത് ചെയ്യണം നബിയെ? വാതിലങ്ങ് തുറന്നു, ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു മഹാന്മാരായ സഹാബികൾ. നിബിതങ്ങൾ അവിടെ കിടക്കുക. അതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടില്ലേ, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ. നിങ്ങൾ ഒരാഴ്ചയിലുള്ള 7 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണേ. ഇന്നെന്താഴ്ച? ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് പകലിൽ ഒരു 300 സ്വലാത്ത് ചൊല്ലുന്ന കൈവക്കി. ഒരു 300 സ്വലാത്ത് ചൊല്ലുന്ന കൈവക്കി.
അൽഹംദുലില്ലാ 3 ആള് കൈപൊക്കി, 4 ആൾ അള്ളാഹു നിലനിർത്തി തരും. ഇനി മുന്നോട്ടുള്ള വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്തുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാണ്ട് നമ്മൾ മഹാന്മാരടുത്ത് വന്നിട്ട് ഒരുപാട് വായ കീറിയോ ശബ്ദമുണ്ടാക്കി പ്രസംഗിച്ചു പോയിട്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ പിന്നെന്തിനാ? നല്ല ഉപദേശം ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞു, മജീദ് വാക്കി ഭയങ്കര ഉപദേശം തന്നെ. വെള്ളിയാഴ്ച ഒരു 300 സ്വലാത്ത് ഇല്ല, അത് കഴിച്ചിട്ടേ ബാക്കി പണിയുള്ളൂ. ഇന്നൊരു 3 പ്രാവശ്യം അൽക്കഹ്ഫ് ഓതിയ ആളുകളൊന്ന് കൈപൊക്കി. 3 പ്രാവശ്യം അൽക്കഹ്ഫ് ഓതിയാൽ ഒരാൾ, 2 ആൾ. 1 പ്രാവശ്യം ഓതിയ ഒരു കൈ വെക്കണ്ട, 3 പ്രാവശ്യം അതെല്ലാം നോക്കി. ഒരാൾ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. 2 പ്രാവശ്യം ഓതിയാലൊന്ന് നോക്കി. 2 പ്രാവശ്യം ഓതിക്കണോ? 1 പ്രാവശ്യം ഓതിയാലൊന്ന് നോക്കി. 4-5 ആളുണ്ട്, 5-8 ആളുണ്ട്. എന്താ മനുഷ്യന്മാര്? പത്രങ്ങളെല്ലാം വായിച്ചവരൊന്ന് കൈപൊക്കി എന്ന് പറഞ്ഞാല് ഭയങ്കര 2 കൈയും പൊക്കും. വായിക്കാത്ത പത്രം ഉണ്ടാവില്ല, ഫോണിൽ നോക്കാത്ത ചരിത്രങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് ഫോൺ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ മണിക്കൂർ എത്രയെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മളെ ആഖിറത്തിൽ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവേണ്ട പരിശുദ്ധ ഖുർആൻ ആര് മറിച്ചു വെച്ചു എന്ന് ചോദിച്ചാൽ കൈവെക്കാനാണില്ല. ഹബീബായ മുത്തനബി പറഞ്ഞാൽ വെള്ളിയാഴ്ച നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കണം. വെള്ളിയാഴ്ചന്റെ സ്വലാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും മലായിക്കത്ത് ഹബീബായ മുത്തുനബിയുടെ അടുക്കലങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. മഞ്ചത്തടുക്കയിലെ, അല്ലേ പുളിക്കൂറിലെ, അല്ലേ ശ്രീബാഗിലെ, അല്ലേ മധൂരിലെ, അല്ലെങ്കിൽ മായിപ്പാടിയിലെ, അല്ലെങ്കിൽ ഉളയത്തടക്കത്ത് ഇന്നാലിന്ന ആൾ നബിയെ അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു പോയി കൊടുക്കാൻ, കൊണ്ടുകൊടുക്കാൻ അല്ലാഹുവിന്റെ പ്രത്യേക മലക്കുകളാണ്. വെള്ളിയാഴ്ച നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മഅറൂദത്തുൻ അലയ്യ, എന്റെ മേൽ വെളിവാക്കപ്പെടും. അപ്പൊ സഹാബത്തിന്റെ ഇടയിലുണ്ട് സംശയമുള്ളൂ. സംശയം അന്നേരം തീർക്കണല്ലോ. ഉടനെ ചോദിച്ചു, കൈഫ തുറദു സ്വലാത്തുനാ അലൈക യാ റസൂലല്ലാഹ് ഫഖദ് ബലൈത അരിബ്ത, എങ്ങനെയാണ് നബിയെ ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങേക്ക് എത്തുക? വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങയുടെ ശരീരം ഭൂമിയിൽ ലയിച്ചു പോകില്ലേ നബിയെ? മാലിക് ദിനാറിലൊക്കെ ഇപ്പോഴേ അടുത്ത വർഷം വരെ 20 വർഷമായിരുന്നു ഒരാൾക്ക് ഖബറിലേക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായത്. ഞാൻ ഒരിക്കലും പ്രസംഗിച്ചവും പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ മരിച്ചാൽ തന്നെ അടങ്ങിക്കെടുക്കുക, ഇവിടെ അതിനും പറ്റൂല. 20 കൊല്ലം കഴിഞ്ഞാൽ എണ്ണിച്ച് പോകാൻ പറയും. ഇപ്പോഴത് 15 കൊല്ലാക്കി എണ്ണിച്ച് പോകാൻ പറയും. അവിടെ വേറെ ആൾ കൊണ്ടുപോയി നോക്കും. ഞാൻ ഒരുപാട് കബറുകൾ തുറന്നപ്പോ കാണാനൊന്ന് പോയി നോക്കണ തങ്ങൾ പറഞ്ഞില്ലേ, സിയാറത്ത് ചെയ്യണം. സിയാറത്ത് ചെയ്യുമ്പോൾ തുദക്കിറുക്കുമുൽ ആഖിറ, ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. അത് ഏതോ ഹബീബായ മുത്തുനബി പറഞ്ഞ ഒരെല്ല് ബാക്കി, ചിലപ്പം തലയുടെ ഭാഗം അവിടെ പുറ്റികൊടിച്ച് കിടക്കുന്നുണ്ട്. തല അങ്ങനെ തന്നെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ രക്ഷപ്പെടാനുള്ള മാർഗം ദുനിയാവിന്റെ ജീവിതമാ മക്കളെ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കാതിരുന്നാൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഹബീബായ മുത്തുനബി സഹാബത്തിനോട് മറുപടി പറഞ്ഞില്ലേ, ഇല്ല അജ്സാദൽ അംബിയായ ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരത്തിൽ ഭൂമിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സഹാബികളെ.
സിദ്ദീഖ് തങ്ങൾ അവിടെ തന്നെ കിടക്കുക, ഉമർ തങ്ങൾ അവിടെ തന്നെ കിടക്കുക, ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം മദീന പള്ളിയിലെ വിപുലീകരണം നടക്കുമ്പോഴാണല്ലോ അതിന് വേണ്ടി കുഴി കുഴിക്കുമ്പോഴേ ആ മൂന്നാളിൽപ്പെട്ട ഒരാളുടെ കാല് പുറത്തായി പോയി. കാല് പുറത്തായപ്പോൾ അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരായ താബിഈങ്ങളായ ആളുകളുണ്ട്, അതിന്റെ ശേഷമുള്ളവരുണ്ട്. അവർക്കെല്ലാം ബേജാറിലായി, പ്രയാസത്തിലായി, പേടിയായി. പലരും വന്നിട്ട് പറഞ്ഞു, ഹാദാ ഖദം റസൂലില്ലാ, ഇത് റസൂലുള്ളാഹിന്റെ ഖദമാണല്ലോ. ചിലര് മാറ്റി പറഞ്ഞു. താബിഈങ്ങളിൽ അവരെ മൂന്നാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നല്ല പരിചയമുള്ളൊരു മഹാനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മാ ഹാദാ ഖദം റസൂലില്ലാ, ഇത് റസൂലുള്ളാഹിന്റെ ഖദമല്ല, ഇത് സിദ്ദീഖ് തങ്ങളെ ഖദമല്ല. മാ ഹാദാ ഇല്ലാ ഖദം ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലാണ്, എനിക്കറിയാം. അവിടെ കിടക്കാവൂല്, ഓല കാലും കയ്യൊക്കെ അവിടെ ഉണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, പ്രവാചകന്മാർക്കുള്ള അതേ സ്ഥാനം അള്ളാഹുവിന്റെ മഹാന്മാരെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അതിനുള്ളിൽ കിടക്കുക. നമ്മൾ പോയാൽ നമ്മളെ കാണും, നമ്മളെ വര പറയും, നമ്മുടെ ബാപ്പാര് പോലും അറിയും. വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പിതാവിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും യാ അബി എന്ന് പറയാനുള്ളൊരു മകനുണ്ടാവണം. അവിടെ പോകുമ്പോഴവർ സലാം അടക്കും. ജീവിച്ചിരിക്കുന്ന ആരാണ് എന്റെ ഖബറിന്റെ പുറത്ത് വന്നത് എന്ന് ഖബറിലുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണക്കാർക്ക് തന്നെ നമ്മൾ പഠിക്കാൻ ഒരുപാടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ അർ-റൂഹ് എന്ന കിതാബുണ്ട്, ആത്മാവുകളെ കുറിച്ച് പറയുന്ന കിതാബ്. ഇന്ന് മഞ്ചത്തടക്കയിൽ നിന്നൊരാൾ മരണപ്പെട്ടു പോയാൽ നല്ല മനുഷ്യനാണെങ്കിൽ ഇല്ലിയീൻ എന്ന സ്ഥലത്തേക്കാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോവുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. എടുക്കുള്ളൊരു ദുആ ഉറക്കാമ്യം പറയാ, പെട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഇല്ലിയീനിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴോ നമ്മിൽ നിന്നും മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അവിടെയുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മളെ കുടുംബക്കാരുണ്ട്, നമ്മൾ സ്നേഹിച്ച് എന്തെന്നോ പേര് കേട്ട് നമ്മൾ അറിയുന്ന ഒരുപാട് മഹാന്മാർ അവിടെയുണ്ട്. നമ്മളങ്ങ് ചെല്ലുമ്പോൾ നമ്മെ അവിടെ അങ്ങ് സ്വീകരിക്കുകയാണ്, നമ്മുടെ ദുനിയാവിലുള്ള വർത്തമാനങ്ങൾ ചോദിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം എഴുതി വെച്ചത് കാണാം. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചത്. നമ്മളോട് ചോദിക്കുക, അവൻ മറ്റുള്ളവർ പറയും ഉത്റുകൂഹു, നിങ്ങൾ അവനൊന്ന് കുറച്ചു നേരം അങ്ങ് ഒഴിവാക്കി വിശ്രമിക്കട്ടെ, അവനൊന്ന് ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഇപ്പം യാത്ര ചെയ്ത് എത്തിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് വിശ്രമിക്കാൻ സമയം കൊടുക്കൂ, നമുക്കതെല്ലാം ചോദിച്ചറിയാം. വിശ്രമിക്കാൻ സമയം തരും. എന്നിട്ട് അവര് ചോദിക്കും, എന്തായി, ഞാൻ വരുന്നേരം എന്റെ മകൻ വീട്ടുപണിയൊക്കെ തുടങ്ങിയല്ലോ, അതൊക്കെ തീർന്നോ? നമ്മളോട് ചോദിക്കണം. അവരറിയൂന്നാ പറയുന്നത്, അവരറിയുന്നുണ്ട്. രണ്ട് സഹാബികളില് ഒരു സഹാബി മരണപ്പെട്ടപ്പോഴേ മറ്റേ സഹാബിനെ കണ്ടു എന്നാ പറയുന്നത്, മരണപ്പെട്ടു. അപ്പൊ ചോദിച്ചു, റൂഹിൽ കാണാം, ഞങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനാണത്. നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ചെയ്തോളൂ, ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചോളൂ. നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹുവിന്റെ റസൂല് കാണുന്നതാണ്. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നവരാണ്.
ഹദീസിന്റെ ആ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ കാണാം, ഹദീസിൽ തന്നെ കാണാം. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അത് കാണുകയാണ്. ഇൻ ഖൈറാ, നമ്മൾ ചെയ്യുന്നത് നല്ല ഒരു കാര്യമാണെങ്കിൽ ഇസ്തബ്ശറൂ ബിഹി, ഖബറിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അതുകൊണ്ട് സന്തോഷിക്കുന്നതാണ്. വഇൻ ഖൈറ ദാലിക വഇൻ ശർറാ, നമ്മൾ കേടാണ് ചെയ്യുന്നത് എങ്കിൽ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ, അല്ലാഹുമ്മ അൽഹിംഹും, പടച്ചോനെ അവർക്ക് നീ ഞങ്ങൾക്ക് നല്ലത് തോന്നിപ്പിച്ചതുപോലെ ഞങ്ങളെ കുടുംബത്തിനും നല്ലത് ചെയ്യാൻ തോന്നിപ്പിക്കണേ റബ്ബേ. ഖബറിലുള്ള ആള് ദ്വാരക്കുന്ന ഹദീസാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? മരിച്ചാല് എല്ലാം കഴിഞ്ഞു എന്നല്ല, ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ തുടക്ക പോലെ അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുത്തു എന്നാണ്. നല്ല മനുഷ്യന്മാരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? ഇപ്പോ മഹാന്മാർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനല്ലേ നിഷേധിക്കാൻ പറ്റുമോ? ഖുർആനല്ലേ നിഷേധിക്കായിരുന്നു പലരും. ആ നിലക്കുള്ള കഴിവുകൾ ഈസാ നബി അലൈഹിസ്സലാമൊക്കെ നടത്തിയ കഴിവുകൾ ഖുർആൻ വളരെ വിശാലമായിട്ടാ പറയുന്നത് അല്ലേ? ബനൂ ഇസ്രായേലിലേക്ക് നാം അയച്ച പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഇന്നി അബ്രിഉ ലകുമഹ വൽ അബ്റസ വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ് വഅന ഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഇതൊക്കെ ഈസാ നബിയുടെ കഴിവുകളാണ്. എന്താ കഴിവ്? തീരെ കണ്ണില്ലാത്തവനെ, കുഷ്ഠരോഗിയെ, വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയും. മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കാൻ എനിക്ക് കഴിയും. അല്ലാഹുവിന്റെ സമ്മതപ്രകാരമാണത്. നിങ്ങളിലേക്ക് നോക്കിയിട്ട് ഇന്ന് നിങ്ങൾ എന്താണ് ഭക്ഷിച്ചത് എന്ന് ഞാൻ പറഞ്ഞു തരും. ആര് പറയാ? ഈസാ നബി അലൈഹിസ്സലാം. ഇവിടുന്ന് ഒരാൾ പറയട്ടെ. വടകര ഭാഗത്തൊരു പെണ്ണിന് വയറിങ്ങനെ വീർത്തപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞ് ഗർഭാണ്. ഭർത്താവിന് തന്നെ സംശയം, എന്റെ ഭാര്യ എങ്ങനെ ഗർഭം ധരിച്ചു? സംശയം എന്നെ സ്കാൻ ചെയ്യണം തന്നെ. സ്കാൻ ചെയ്തവൻ പറഞ്ഞു ഗർഭാണ്, 2 മക്കളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടി അതാ. അവസാനം ഓപ്പറേഷൻ ചെയ്ത് നോക്കണ്ടായിരുന്നു, ഗർഭമൊന്നുമില്ല, ഉള്ളിൽ 2 പോയാ ഉണ്ടോ? എക്സ്റേയിൽ പോലും സ്കാനിങ്ങിൽ പോലും കാണാത്തത് മഹാന്മാരായ അതല്ലേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൽ ഞാൻ നിങ്ങളെ കൽഭാഗമല്ലോവർ. മഹാന്മാരങ്ങനെയാ. മുഹീദ്ദീൻ ശൈഖ് ക്ലാസ് എടുക്കുക. ഇങ്ങനെ ശിഷ്യന്മാരായ ആളുകളൊക്കെ സദസ്സിലുണ്ട്. അലിയുൽ ഖവാസ് ഉണ്ട്, അലിയുൽ ഹീത്തി ഉണ്ട്. മഹാന്മാരായ ഔലിയാക്കളാണ് അവരൊക്കെ. മുഹീദ്ദീൻ ശൈഖ് ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്ലാസ് അങ്ങ് നിർത്തി, അവസാനിപ്പിച്ചു. വാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അങ്ങ് നിർത്തിയിട്ട് വളരെ ആദരവോടെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് സദസ്സിലിരിക്കുന്ന ഒരു ശിഷ്യന്റെ ബേക്കിൽ പോയി വളരെ ആദരവോടെ അല്പനേരം നിന്നു. അവരൊന്നും ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്ന് വന്ന് 2ാമതും ക്ലാസ് എടുക്കാൻ തുടങ്ങിയ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ. ക്ലാസ് കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ലല്ലോ. എന്താ പറഞ്ഞത്? ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അയാൾ ഉറക്കത്തിലേക്ക് ഇറങ്ങി. അയാൾ ഉറങ്ങിപ്പോയി. ആര്? സദസ്സിലുള്ള ഒരാൾ ഉറങ്ങിയപ്പോൾ അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു എന്നെനിക്ക് മനസ്സിലായി.
നമ്മൾ ഉറങ്ങിയല്ല കണ്ടത്, ഉറങ്ങിയതല്ല കണ്ടത്. ഉറങ്ങല്ല, മഹാനായ മനുഷ്യൻ ഹബീബായ മുത്തുനബിയെ സ്വപ്നം കാണുകയാണ്. ആ ഉറക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ഈ സദസ്സിലുണ്ടായപ്പോൾ ഞാൻ ക്ലാസ് അങ്ങ് നിർത്തിയിട്ട് അല്പനേരം ഹബീബായ മുത്തുനബിയുടെ അടുക്കൽ പോയി നിന്നതാണ്. അയാൾ അങ്ങ് ഉണർന്നു പോയി. അപ്പൊ ഞാൻ തിരിച്ചു വന്നതാണ്. അതാ മൊയ്തീൻ ശേഖിന്റെ കൈവാദ. കുപ്പിക്കകത്തുള്ളതിനാ നമ്മളോട് പറയാണത്. ഈ കുപ്പിന്റെ അകത്തിപ്പം ആ വെള്ളത്തിലൊരു പൊടി ഉണ്ടോ നമുക്ക് കാണാൻ പറ്റും അല്ലേ? കുപ്പി തടസ്സൊന്നുമില്ല. അതുപോലെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയും അവർക്ക്. ഈസാ നബി പറയാണ്, പരിശുദ്ധ ഖുർആനാണത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബിമാ തഅകുലൂന, എന്താണ് നിങ്ങൾ ഭക്ഷിച്ചത് എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ എന്തെല്ലാം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് പറയാൻ കഴിയും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോട് കൂടിയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളെ പുറൊളിപ്പിച്ച് നമുക്ക് നോക്കിയാൽ കാണാതെ എവിടെ പോയെന്നറിയില്ല. ഈസാ നബിക്ക് ഇവിടെ നോക്കി പറയും നിങ്ങളെ വീട്ടിൽ ഇന്നതുണ്ട്. അതാ കഴിവ്. അത് മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ്. അതല്ലേ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ 7 റൂമുകൾക്കുള്ളിലുള്ള ബൽക്കീസ് രാജ്ഞിയുടെ ആ രാജകൊട്ടാരമല്ലേ നിമിഷ നേരം കൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാരാ? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ആരാണ് ബൽഖീസിന്റെ ആ രാജകട്ടിൽ ഇവിടെ എത്തിച്ചു തരിക? മുസ്ലിമീന, അവർ മുസ്ലിമീങ്ങളായി അനുസരണമുള്ളവരായി എന്റെ സ്ഥലത്ത് എന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ആ രാജകട്ടിൽ ആരാണ് ഇവിടെ എത്തിക്കുക? സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. ഖുർആനാണ്. ഒരു ഇഫ്രീത്ത്, ജിന്നിന്റെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ട് കഴിയുന്നത് ജിന്ന് പറഞ്ഞത്. ഇഫ്രീത്തും മിനൽ ജിന്ന് എന്താ പറഞ്ഞത്? ഞാനത് ഇവിടെ എത്തിച്ചു തരാം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ എത്തിക്കാം. അപ്പോൾ ആ സദസ്സിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റുന്ന ആളെ പേരെന്താ? ആസഫ് ബിൻ ബർഹിയ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. ജിന്നിനേക്കാൾ കഴിവുള്ളവർ മനുഷ്യരാണ് എന്ന ഖുർആൻ പറയുന്നത്. ആ മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക, നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ഞാനത് എവിടെ എത്തിക്കാന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് സാധനം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലെത്തി. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു ഖാല ഹാദാ മിൻ ഫളി റബ്ബി. അപ്പോഴേ കണ്ട് അവിടെ അങ്ങോട്ട് താന്ന് ഇവിടെ അങ്ങ് പൊങ്ങി. അല്ലാഹുവിന്റെ കഴിവാണ്. പക്ഷേ ആ സാധനം ഇവിടെ എത്തിക്കാൻ ആസിഫ് ബിൻ ബർഹിയ അല്ല, അല്ലാഹുവിന്റെ വലിയിന്റെ ഒരു തവസ്സുൽ ഉണ്ടാവേണ്ടി വന്നു. അത്രേ ഉള്ളൂ. ആ വലിയ അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം ഒരൊറ്റ വിളി സാധനം നിമിഷ നേരം കൊണ്ട് ഇവിടെ എത്തി. അത് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവ്. നമ്മളെ നിശ്ചയിച്ചിട്ട് കാര്യമല്ല. അതിന് കഴിയോ ഇതിന് കഴിയോ? മഞ്ചത്തടക്കത്തുനിന്ന് വിളിച്ചാല് ബഗ്ദാദ് കേൾക്കോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. അവരൊക്കെ ദീൻ പഠിക്കണം എന്താണെന്ന്. ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാം യാത്ര പോകുന്ന സംഭവം പറയുന്നുണ്ട്. ആ യാത്രയിൽ മൂസ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെട്ട 3 മഹാത്ഭുതങ്ങൾ പറയുന്നുണ്ട്. 3 മഹാത്ഭുതങ്ങൾ. അവർ യാത്ര പോയി.
യാത്ര പോയിട്ട് അങ്ങനെയാണ് അവർ കപ്പലിൽ കയറി. ആ കപ്പലിന് ദ്വാരമുണ്ടാക്കിയ എന്താവും? വെള്ളം കയറിയിട്ട് കപ്പല് മുങ്ങിയിട്ട് എല്ലാവരും മരിച്ചു പോകൂലേ? എന്ത് വിട്ടിത്തമാനി ചെയ്യുന്നത് ഖദറേ എന്ന് ചോദിച്ചു. ഇനി ചോദിക്കൂല, എന്നാ പോവാ. അങ്ങനെ പോയിട്ടാ ഒരേ സ്ഥലത്തെത്തിയപ്പോ അവർക്ക് ദാഹമുണ്ട്, വിശപ്പുണ്ട്. ആ നാട്ടിലുള്ള ആളുകളോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം കൊടുത്തില്ല രണ്ടുപേർക്കും. فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه. ഭക്ഷണം കിട്ടാതെ തിരിച്ചു വരുമ്പോൾ ആ നാട്ടിൽ പൊളിഞ്ഞു വീഴാനായ ഒരു വലിയ മതിൽ കാണുന്നു. ഖദർ അലൈഹിസ്സലാം പൊളിഞ്ഞു വീഴൂ. പക്ഷേ ഖദർ അലൈഹിസ്സലാം JCB വിളിച്ചിട്ടില്ല, വേറെ പണിക്കാരെ വിളിച്ചില്ല. നേരെ തന്റെ കൈ കൊണ്ട് കൊണ്ടുപോയിട്ട് ആ മതിലൊന്നങ്ങ് വെച്ചു. നൂറുകണക്കിന് ആളുകൾ എടുത്തു തീർക്കേണ്ട ജോലി ആ കൈയൊന്ന് വെച്ചപ്പോഴേക്കും ആ മതിലങ്ങ് നേരെയായി. ഖുർആനാണത്, ഖുർആൻ. അപ്പോൾ കലീമുല്ലാഹി മൂസാ നബി ചോദിച്ചു, എന്ത് പണിയാ ഖദറേ ചെയ്തത്? ഈ നാട്ടുകാരുടെ വെള്ളം ചോദിച്ചിട്ട് തരാത്തവരാണ്, ഒരു ഭക്ഷണം ചോദിച്ചിട്ട് തരാത്തവരാണ്. നീ ആ സമരം നന്നാക്കിയില്ലേ? അതിന് കൂലി ചോദിച്ചൂടായിരുന്നോ നിനക്ക്? എന്തിനാ ഫ്രീ ആയി ചെയ്തു കൊടുത്തത്? ഈ വെള്ളം തരാത്തവർക്ക്, ഭക്ഷണം തരാത്തവർക്ക് എന്തിനാ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തത്? കൂലി ചോദിച്ചു വാങ്ങിക്കൂടായോന്ന് ചോദിച്ചു. പറഞ്ഞതാ രണ്ടായി ചോദ്യം ചെയ്യൂലെന്ന് പറഞ്ഞപ്പോ രണ്ടെണ്ണം ചോദ്യം ചെയ്തതാ. ഇല്ല, ഇനി ചോദിക്കൂല, മറന്നുപോയതാണ്. പോയി. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളിൽ ഒരു കുട്ടിയെ അങ്ങ് വിളിച്ചിട്ട് ഖദർ അലൈഹിസ്സലാം ആ കുട്ടിയെ തല പിടിച്ചിട്ട് മുരണ്ടി കൊന്നുകളഞ്ഞു. എന്താ ഖദറേ നീ ചെയ്തത്? എന്താ ചെയ്തത്? പാടില്ലാത്ത ഒരു നഫ്സിനെ കൊല്ലുകയാണോ നീ ചെയ്തത് ഖദറേ? മൂന്നും ചോദ്യം ചെയ്തപ്പോഴേ ഇനി എന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള അധികാരം നിനക്കില്ല, ഞാൻ ആദ്യേ പറഞ്ഞതല്ലേ, എങ്കിലും ചെയ്തതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് കാര്യങ്ങളും വിശദീകരിച്ചിട്ടാണ് ഖദർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിനെ പിരിച്ചുവിട്ടത്. അവിടെയാ നമ്മൾ ഖദർ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തൊരു കഴിവ്. അമ്മൽ ഗുലാം ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുർഹികഹുമാ തുഗ്യാനം വകുഫ്റാ فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. അതിൽ ഖദർ അലൈഹിസ്സലാമിന്റെ കഴിവ് നോക്കിങ്ങൾ. അമ്മൽ ഗുലാം, ഞാൻ ആ കൊന്നുകളഞ്ഞ കുട്ടിയില്ലേ, ഫഅബവാഹു, ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനൈനി, പൂർണ്ണമായ ഈമാനുള്ളവരാകുന്നു. അല്ലാഹു പറയാ, ഖദർ അലൈഹിസ്സലാം പറഞ്ഞത് പഠിച്ചോൻ പറയാ. നമുക്കിപ്പോ നേരെ കണ്ട് 5 വക്തും ഇവിടെ നിസ്കരിക്കുന്ന ഒരാള്, ഒരു 4 വർഷം മുമ്പ് മാലിക് ദീനാർ പരിസരത്ത് വെച്ചൊരു മനുഷ്യനെ പിടിച്ചിരുന്നു. പച്ച ഒല്ലിയാണ്, കറുത്ത കോട്ടാണ്, അതിന്റെ ഉള്ളിൽ വെളുത്ത ജുബ്ബയാണ്. എല്ലാ നിസ്കാരത്തിനും അവസാനം ഒരു സ്ഥലത്ത് പിടിച്ചു വെക്കുന്ന ഒരാളെ സുന്നത്തെല്ലാം കഴിച്ചിട്ടില്ല. അയാള് കൃഷ്ണനായിരുന്നു. മാലിക്കിനെ പള്ളിയിൽ 1-ാം സഫിലുണ്ടായി. എനിക്ക് കാണാൻ കഴിഞ്ഞു, വേറെ ആർക്കും കാണാൻ കഴിഞ്ഞു. പുറമെ തന്നെ കാണാൻ നമ്മൾക്കുണ്ടാകുന്നില്ല. എന്നിട്ടല്ലേ മഹാന്മാരെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞെടുക്കുന്നത്? ഖദർ അലൈഹിസ്സലാം പറഞ്ഞ ഈ മക്കളെ കണ്ടിയുള്ള ഈ കുട്ടിന്റെ മാതാപിതാക്കളെ ഖദർ അലൈഹിസ്സലാം കണ്ടിട്ടില്ല. ആ മാതാപിതാക്കളെ മാത്രമല്ല, മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഈമാൻ പോലും ഇവിടുന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കണ്ടു ഖദർ അലൈഹിസ്സലാം.
മാത്രല്ല കഴിഞ്ഞിട്ടില്ല. ഫഅബവാഹു മുഅ്മിനൈൻ, മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്. ഫഹസീന, ഖദർ അലൈഹിസ്സലാം പറയാണ് നമുക്ക് പേടിയായി അയ്യുർഹിഖഹുമാ തുഗ്യാനം വഖുഫ്റാ, ഈ മകനെങ്ങാനും വളർന്നു വന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടപ്പെട്ട മകനായി വരും. വേണ്ടപ്പെട്ട മകനാകുമ്പോൾ ഈ മകനിൽ ഞാൻ കുഫറിനെ കാണുന്നു. ഈ കുഫർ മാതാപിതാക്കളിലും ഈ മകൻ അടിച്ചേൽപ്പിക്കും. ഈ മകൻ കാരണം മാതാപിതാക്കൾ കുഫറിലേക്ക് പോകും. ഇപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ പല വാപ്പാരും വിദേഹത്തിലേക്ക് പോണ എങ്ങനെ, മക്കള് ഗൾഫിൽ പോയി വന്നേരം ഓല കീശ എന്തോ കിട്ടണമെങ്കിൽ മൗലിദ് ഹറാമാന്നറിയണം, മഹാന്മാരടുത്ത് പോലെ ചെറുക്കാന്നറിയണം, മങ്കൂസ് ഓതൽ വിദേഹത്താന്ന് പറയണം, എന്നാലേ മോന്റെ പൈസ കിട്ടൂ. മോന്റെ പൈസക്ക് വേണ്ടിയിട്ട് തീം വിൽക്കുന്ന മാതാപിതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും അത് തന്നെ ഖദർ അലൈഹിസ്സലാം പേടിച്ചത് തന്നെ. ഈ കുട്ടി വലിയതായാൽ മാതാപിതാക്കളെ പിഴപ്പിക്കും. എന്നിട്ട് മാത്രമല്ല, ഞാൻ അടുത്ത് നോക്കി, ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഈ കുഞ്ഞങ്ങ് മരിച്ചു പോയാൽ ഈ കുഞ്ഞിന് പകരമായി ഈ കുഞ്ഞിനേക്കാൾ ഈമാനും ആ സ്വഭാവവും സമൂഹത്തോടും കുടുംബത്തോടും സ്നേഹവുമുള്ള മറ്റൊരു കുഞ്ഞിനെ അല്ലാഹു ഇവർക്ക് നൽകുമെന്ന് നാം കരുതി. അതും കൂടി ഉണ്ടായി. അതാ പറയുന്നത്, മാതാപിതാക്കൾ ഈമാനുള്ളവരാന്ന് പറഞ്ഞു. ഈ കുട്ടി വലുതായാൽ കുഫറിന്റെ അധ്യക്ഷനാവെന്ന് പറഞ്ഞു. ഈ കുട്ടി ഇങ്ങനെ വലുതായ മാതാപിതാക്കളെ കുട്ടി കുഫറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഈ കുട്ടി മരണപ്പെട്ടു പോയാലും ഇവനേക്കാൾ നല്ല ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ചരിത്രം പറയുന്നുണ്ട്. പിന്നീട് ആ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ബനൂ ഇസ്രായേലിലുള്ള 70ഓളം പ്രവാചകന്മാർ ആ കുഞ്ഞിന്റെ പരമ്പരയിലുണ്ടായിരുന്നു. ഖദർ അലൈഹിസ്സലാമിന്റെ കഴിവാ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്നാൽ വഅമ്മൽ ജിദാർ فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من عندك. മഹാന്മാരെ കുറിച്ച് പഠിച്ചു. ഞാൻ ആ നേരെയാക്കിയ ചുമരില്ലേ മതിലില്ലേ മുസ, അത് അന്താക്കിയ പട്ടണത്തിലുള്ള യതീമായ 2 മക്കളുടെ അധികാരത്തിലുള്ള മതിലായിരുന്നു. അത് അടവിച്ചിട്ടൊന്നുമില്ല. ഖദർ അലൈഹിസ്സലാം ആദ്യമായിട്ട് പോകാ വഴിക്ക് ഈ നാട്ടിലുള്ള യതീമായ ബാപ്പയും അമ്മയും മരിച്ചുപോയ ഒരു കുഞ്ഞിന്റെ മതിലാണ് ഇത്. നോക്കിങ്ങൾ, വകാന തഹ്തഹു, ആ മതിലിന്റെ കെട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നു കൻസുൽ ലഹുമാ, ആ കുട്ടികൾക്ക് വേണ്ടി പിതാവ് ഒളിപ്പിച്ചു വെച്ച നിധിയുണ്ടായിരുന്നു. അതാര് കാണുന്നു? ഖദർ അലൈഹിസ്സലാം കാണുന്നു. നമുക്കൊക്കെ കഴിവുണ്ടായെങ്കിൽ എത്ര മതില് പൊളിഞ്ഞു പോകുകയും രാത്രി പോയിട്ട് നോക്കി. ഖദർ അലൈഹിസ്സലാം എന്തിനാ നേരാക്കിയത്? പട്ടണത്തിലുള്ള 2 യതീമായ മക്കളുടെ ഉടമസ്ഥയിലുള്ളതാണത്. ആ കെട്ടിന്റെ ഉള്ളിൽ അവർക്കുള്ള നിധിയുണ്ടായിരുന്നു. നോക്കി, മൂസ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചത് ഈ 2 കുട്ടികളും പ്രായപൂർത്തിയാകുന്നത് വരെ ജീവിക്കണം. എന്തായി പറയുന്നത്? മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മനെ നോക്കാൻ പോയതാ മകൻ ഇപ്പോഴത്തെ കൊഞ്ഞു വീണി വരച്ച് ഉമ്മ എപ്പോഴും അവിടെ കിടക്കുന്നു. ദുനിയാവ് അങ്ങനെയാ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സ് കഴിഞ്ഞ 6ാം വയസ്സിലേക്ക് പ്രവേശിച്ച ചെക്കനാണ്
മൊബൈൽ ഫോൺ കിട്ടാത്തതിന്റെ പേരിൽ ബാത്റൂമിൽ കയറി അടച്ചിട്ട് തൂങ്ങി മരിച്ചത്. ഈ ആഴ്ചയില് റോഡ് സൈഡിലുള്ള വീട്ടിൽ നിന്നാണ് പിതാവിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് പുറത്തേക്കോടി റോഡിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു വാഹനം വന്ന് ആ കുഞ്ഞിന്റെ മുകളിൽ കയറിയിട്ട് കുഞ്ഞ് മരിച്ചു പോയത്. മറ്റേ കുട്ടി തൂങ്ങി മരിച്ചതിൽ അതേ ദിവസം തന്നെ. ദുനിയാവ് അങ്ങനെയാണ്. ഇവിടെ ഖദർ അലൈഹിസ്സലാം പറയുന്നത് ഈ നിധിക്കർഹരായ രണ്ട് യതീമായ മക്കളും അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവർ ജീവിക്കണം. എന്നിട്ട് ഈ മതിൽ പൊളിച്ച് അവർക്ക് സൂക്ഷിച്ചു വെച്ച ആ നിധി അവർ പുറത്തെടുക്കണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യം ഖദർ അലൈഹിസ്സലാം അതാ ഇവിടുന്ന് പറയുകയാണ്. വകാന അബൂഹുമാ സാലിഹാ. ഈ രണ്ട് യതീമായ മക്കളുടെ ബാപ്പ സാലിഹായ മനുഷ്യനായിരുന്നു. കണ്ടോ? അതും കഴിഞ്ഞു. അത്ഭുതങ്ങളെ കലവറയാണത്. അമ്മസ്സഫീന ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ മദീന وكان وراءهم ملك يأخذ كل سفينة غصبا. എന്തിനാ ഞാൻ കപ്പൽ ദ്വാരമുണ്ടാക്കിയത്? കപ്പലിന്റെ ദ്വാരമുണ്ടാക്കിയാൽ വെള്ളം കയറിയിട്ട് നശിച്ചു പോവുകയല്ലേ വേണ്ടത്? പക്ഷേ ദ്വാരം അവിടെയുണ്ട്. ഒരൊറ്റ വെള്ളം മുകളിലേക്ക് കയറിയിട്ടില്ല. കാരണം ഖദർ അലൈഹിസ്സലാമിന്റെ കൈകളാണ് ഇതിന് പ്രവർത്തിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്തിനാ പിന്നെ ദ്വാരമുണ്ടാക്കിയത്? വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീന. നമ്മൾ ഫ്രീ ആയിട്ട് കയറ്റിയതല്ലേ. പാവപ്പെട്ട ആളുകൾ ഉപജീവനം നടത്താൻ കടലിൽ ഉപയോഗപ്പെടുത്തുന്ന പാവപ്പെട്ട മിസ്കീന്മാർക്കുള്ള കപ്പലായിരുന്നു അത്. അതിന്റെ മുമ്പിൽ അതാ ഒരു ധിക്കാരിയായ ഭരണാധികാരി ആ കടലിലൂടെ പോകുന്ന എല്ലാ നല്ല കപ്പലുകളും പിടിച്ചെടുക്കുകയാണ്. വാർത്ത കണ്ടില്ലേ? ഹൂത്തികൾ ഇങ്ങനെ കപ്പല് പിടിക്കുക. ഹൂത്തികൾ കപ്പല് പിടിക്കുക. അമേരിക്കന്റെ പിടിച്ച്, ബ്രിട്ടന്റെ പിടിച്ച്, ഇറ്റലിന്റെ പിടിച്ച്, ആരെല്ലാം പിടിയിലും നശിപ്പിച്ച് എന്തെല്ലോ ആയി കിടക്കുക. ഇവിടെ അതുപോലെ തന്നെ ഒരേ അക്രമിയായ രാജാവ് ഈ കടലിലൂടെ പോകുന്ന എല്ലാ നല്ല കപ്പലുകളും പിടിച്ചെടുക്കുകയാണ്. ഈ കപ്പൽ മുമ്പോട്ട് നീങ്ങി ആ രാജാവിന്റെ മുമ്പിൽ പെട്ടാൽ കേടില്ലാത്ത കപ്പലാകുമ്പോൾ അത് പിടിച്ചെടുത്തു പോകൂ. ഇത് കാണുമ്പോൾ കപ്പലിന് ദ്വാരമാണ്. ആ രാജാവ് പിടിക്കാതിരിക്കാൻ ഞാൻ ചെയ്തതാണ്. മുമ്പിൽ രാജാവ് പിടിക്കാൻ നിൽക്കുന്നത് ഇവിടുന്ന് തന്നെ കാണാണ് ഖദർ അലൈഹിസ്സലാം. ഇസ്രായേലിനെ പിടിച്ചു പോയത് ഓല് കാണുന്നില്ല. എല്ലാ റഡാറും അതിന്റെ അപ്പുറത്തൊന്നും വെച്ചിട്ട് ലോകമൊന്നായിട്ട് അമേരിക്കയെ നോക്കിയാൽ ഇന്ത്യ കാണുമെന്ന് പറഞ്ഞവരൊന്നും ഓല നാടിനെ തേച്ച് കാണുന്നില്ല. കാണൂല. കാണാതിരിക്കട്ടെ. എന്താ ആമീൻ പറയാത്ത? അപ്പോൾ അതാണ് അള്ളാഹുവിന്റെ മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. നമ്മളതില് ചീത്ത പറഞ്ഞ കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്താ? അൽനുഹിബ്ബഹും, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കലാണ്, ഇഷ്ടപ്പെടുക. ഇവിടെ സയ്യിദ് ഹുസൈൻ മദനി തങ്ങൾ, മാലിക് ദിനാറിൽ മഹാനായ മാലിക് ഇബ്നു മുഹമ്മദ് അൽ ഖുർശി മാലിക് ദിനാർ തങ്ങൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അമ്മൽ മശാഹിദു ഫലാ തതസാവാ ബൽ ബറകത്തു സിയാറത്തിഹിം യതഫാവതു അലാ ഖദരി ദറജാതിഹിം. അങ്ങനെയാണ് മഹാനായ ഇമാം തന്റെ മഹാനായ ഇമാമുന ഇഹ്യാ ഉലൂമുദ്ദീൻ അങ്ങനെയാ പറഞ്ഞത് ഇമാം അബൂ ഹുജ്ജത്തുൽ ഗസാലി തങ്ങൾ. അമ്മൽ മശാഹിദ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ. ഫലാ തതസാവ, എല്ലാം ഒരുപോലെയല്ല, എല്ലാം ഒരുപോലെയല്ല.
ബൽ ബറകത്തു സിയാറത്തിഹിം, ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ അത് അവരിൽ നിന്ന് നമ്മിലേക്ക് കിട്ടുന്ന എനർജി, അത് നമുക്ക് കിട്ടുന്നതായ ബറക്കത്ത് യതഫാവതു അലാ ഖദരി ദറജാതിഹിം, ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാന്റെ മഹത്വം എത്രയാണോ അത്രയും മഹത്വം സിയാറത്ത് ചെയ്യുന്നവരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഇമാമുൽ ഗസാലി തങ്ങൾ തന്റെ ഇഹ്യാവിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വെറുതെ വരല്ല മനുഷ്യന്റെ കൽബ് ശുദ്ധിയാവാൻ അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകളെ അടുത്ത് പോയി ഇരുന്നാൽ തന്നെ മനുഷ്യന്റെ കൽബ് ശുദ്ധിയാകും. രാവിലെ വരുന്ന ആൾക്കാരുണ്ട്, സുബഹി നിസ്കരിക്കാൻ വരും, ഇശാ കഴിഞ്ഞിട്ടേ അവർ പോകും. എന്താണ് ഒന്നുമില്ല, ഒന്ന് ഇരിക്കാമെന്ന അവസ്ഥ. പടിഞ്ഞാറ് ഭാഗത്ത് ആ വാതിലിന്റെ നേരെ വന്നിട്ട് അങ്ങ് ഇരിക്കുക ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടും. അതിൻ്റെതായ അനുഭൂതികൾ. ഒരാളോട് എങ്ങനെയാന്ന് ചോദിച്ചു, നിങ്ങൾ എന്തായി? ഞാൻ ചാർജ് ചെയ്ത് പോവുകയാണ്. മനസ്സിലായില്ല? മൊബൈലൊക്കെ ചാർജ് കുറഞ്ഞാല് 1% എത്തിയാൽ പിന്നെ കുറച്ചു നേരം കുത്തിയിടണോ? ഞാൻ ചാർജ് ചെയ്ത് പോവുകയാണ്. എന്തിന്? ഈമാന്റെ ചാർജാണത്. ഈമാന്റെ ചാർജിങ്ങിന് മഹാന്മാരെ ഹദറത്ത്, അത് ഇരുന്നിട്ട് അതിന്റെ അനുഭൂതി കിട്ടിയവർക്ക് അത് മനസ്സിലാവും. അല്ലാണ്ട് പുറമെ നിന്ന് ബിദ്അത്തും കുഫറും കളിച്ചിട്ട് എന്തെങ്കിലും കളിച്ചാലൊന്നും അത് മനസ്സിലാവില്ല. അതൊരു ഈമാൻ. അതല്ല പറഞ്ഞത് സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യം നിന്നിലുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം നുകർന്നവനാണ് നീ. ഒന്ന്, അൻയകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളയും റസൂലും മറ്റുള്ള മുഴുവൻ വസ്തുക്കളെക്കാൾ ഇഷ്ടം പടച്ചവനോടും പ്രവാചകനോടും ആകുമ്പോൾ ഈമാനാണ്. രണ്ടാമത്തേത് അൻയുഹിബ്ബൽ മർഅ, ഒരു മനുഷ്യനെ നീ ഇഷ്ടപ്പെടുകയാണ്, പക്ഷേ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അയാൾ എന്തിനാ ഇഷ്ടപ്പെട്ടത്? രാഷ്ട്രീയ നേതാവായിട്ടല്ല, പണക്കാരനായിട്ടല്ല, സൗന്ദര്യമുണ്ടായിട്ടല്ല, പള്ളിയുടെ പ്രസിഡന്റ് ആയിട്ടല്ല, അയാളിൽ നിന്നെന്തോ കിട്ടൂന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടല്ല, അയാൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തടുക്കൂന്ന് വിചാരിച്ചിട്ടല്ല. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് ഇല്ലാ ലില്ലാഹ്, ഇല്ലാ ലില്ലാഹ്. ഇവിടെ ഇപ്പോ നമുക്ക് ഇഷ്ടപ്പെടാന്നല്ലാതാ. അസയ്യിദ് ഹുസൈൻ മദനി തങ്ങളെ മഞ്ചത്തടുക്കക്കാർ ഇഷ്ടപ്പെടുക, അവരെ പുളിക്കൂർക്കാർ ഇഷ്ടപ്പെടുക, അവരെ ശ്രീബാഗിലുള്ളവർ ഇഷ്ടപ്പെടുക, അവരെ മധൂരിലുള്ളവർ ഇഷ്ടപ്പെടുക, അവരെ ഒളത്തടുക്കുള്ളവർ ഇഷ്ടപ്പെടുക. എന്തിന്? നമ്മൾ ആത്മീയമായ ഒരു മദത്, ഒരു ഇഷ്ടം, ഒരു സ്നേഹം, ഒരു സഹായം ഈ മഹാന്മാരിൽ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ചു. ആ ഇഷ്ടാ വേണ്ടി, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇല്ല. എന്തിനാ? അയാൾ നല്ല മനുഷ്യനാണ്, അള്ളാഹുവിനെ പേടിച്ചവരാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാണ് എന്നൊരൊറ്റ കാരണത്താൽ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അത് ഈമാനിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ എന്താ? വഅൻ യക്റഹ, ഒരു മനുഷ്യൻ വെറുക്കണം. ഉള്ള വിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതിനെ വെറുക്കണം. തീ മുട്ടിയിട്ട് ആ തീയിലേക്ക് ഒരു മനുഷ്യനെ എടുത്തെറിയുന്നതിനെ എത്ര വെറുക്കുന്നോ അതുപോലെ വെറുക്കണം കുഫറിനെ. കുഫറിനെ വെറുക്കാൻ തന്നെ അതിന് ഒരു ദിവസം തന്നെ വാദറിയണം. നമ്മൾ മുർത്തദ്ദായി പോകുന്ന ഒരു കാര്യം ചെയ്തു പോകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില കളിയാക്കലുകളും പരിഹാസ്യങ്ങളുമൊക്കെ ഈമാൻ വരെ തെറിച്ചു പോവാൻ കാരണമായി പോകുന്നു. ബാങ്ക് കൊടുക്കുന്നു, ഇങ്ങനെ ഓഫീസിൽ നിന്ന് ക്യാരം ബോർഡ് കളിക്കുക, അപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്. അതിലൊരാൾ പറഞ്ഞു, മക്കളെ ബാങ്ക് കൊടുക്കുക, നമ്മൾ നിക്കേരിച്ച് വരിക തന്നെ. മറ്റോ പറഞ്ഞു, എന്ത് ബാങ്ക്? മുർത്തതായി പോണ വാക്ക. എന്ത് ബാങ്ക് എന്ന് വെച്ചാല് മുർത്തതായി പോണ വാക്ക. പഠിച്ചോൻ കിട്ടോ, പഠിച്ചോനെ എന്ത് പഠിച്ചോനടോ എന്ന് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് അങ്ങ് പോകും. തന്നെ എന്ത് പോവും? മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു ഇസ്ലാമിന്റെ. സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതാ. ഒരു ബാങ്കിനെ പരിഹസിക്കാൻ പാടില്ല, ഇസ്ലാമിനെ പരിഹസിക്കാൻ പാടില്ല, അള്ളാഹുവിനെ പരിഹസിക്കാൻ പാടില്ല, ഹബീബ റസൂലുള്ളാഹിനെ പരിഹസിക്കാൻ പാടില്ല. പരിഹാസങ്ങളൊക്കെ രിദ്ദത്തിലേക്ക് എത്തിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ പറയുന്നത് എന്താ?
അള്ളാഹുവിന്റെ മഹാന്മാരെങ്ങനെ പറഞ്ഞാൽ മതി. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ, അമ്പിയാക്കളെ കുറിച്ച് പറയൽ ഇബാദത്താണ്. സാലിഹീങ്ങളെ കുറിച്ച് പറയൽ കഫാറ. അതിങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങളെങ്ങനെ കേട്ടാൽ മതി. എന്നാൽ തന്നെ ഓരോ വാക്കുകൾ പറയുമ്പോഴും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു. സദസ്സിന്റെ മഹത്തത. അതുകൊണ്ട് ഞങ്ങൾ അടുത്തിരിക്കും തങ്ങന്മാരും ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ പറയുന്നു, നാളെ മുതലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ കസാലയിൽ വന്നിട്ടിരിക്കുക. ദിക്റു സാലിഹീൻ, സാലിഹീങ്ങളെ കുറിച്ച് പറയൽ കഫാറ, നമ്മുടെ ദോഷം പൊറുപ്പിക്കുന്ന. ദിക്റുൽ ഖബർ, ഖബറിനെ കുറിച്ചുള്ള ഓർമ്മ യുഖർരിബുകും മിനൽ ജന്ന, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന. ദിക്റുൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ചിന്ത യുബാഇദുകും അന്നിന്നാർ, നിങ്ങളെ നരകത്തെ തൊട്ട് ദൂരെയാക്കുന്ന. അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക. ഒരു വാതില് വരുന്നേരം ഉസ്താദുമാർ പറയുന്ന വിഷയങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക. എന്തോ അതിൽ പഠിക്കാനുണ്ടായിരുന്നോ അത് പഠിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുവരിക. അങ്ങനെ ഈമാനുള്ളവർക്ക് അങ്ങനെ. ഇനി അടുത്ത വെള്ളിയാഴ്ചകൾ 300 സലാത്ത് വീതം ചെല്ലണം. വെള്ളിയാഴ്ച രാത്രിയും പകലും കൂടിയെങ്കിലും 300 ചെല്ലണം. കഴിയുന്നതും ഒരു 3 അൽക്കഫെങ്കിലും ഓതാൻ കഴിയോ നോക്കണം. കാരണം ഇത് രണ്ടും അധികരിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ വിവശ അതാണെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ സലാത്തുകളും ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്തെങ്കിലും എത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ് ഇവരൊക്കെ എന്താ പറ്റിയെന്ന് തന്നെ, അവരൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചിട്ട്. ഹദീസിലുണ്ട്, ഇദാ ഹബ്ബ അല്ലാഹു തആല ഒരു മനുഷ്യനെ അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് പറയും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു ജിബ്രീൽ, അതുകൊണ്ട് നീയും അയാളെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീലിന്റെ ഇഷ്ടവും കൂടി ആ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അടുത്ത പണി യുനാദി ജിബ്രീൽ, ജിബ്രീൽ ആകാശ ലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന ഫഅഹിബ്ബുഹു, അല്ലാഹു തആല ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടം വെക്കണം. ഫയുഹിബ്ബൂനഹു, മലക്കുകൾ മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടം വെക്കും. ഫയൂളഉ ലഹുൽ ഖബൂൽ ഫിൽ അർളീന, അല്ലാഹുവിന്റെ ഇഷ്ടവും ജിബ്രീലിന്റെ ഇഷ്ടവും മലായികത്തിന്റെ ഇഷ്ടവും വന്നാൽ ഫയൂളഉ ലഹുൽ ഖബൂൽ ഫിൽ അർളി, പിന്നെ അയാൾക്ക് ഭൂമിയിൽ അംഗീകാരമാണ്. ഭൂമിയിൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ സർവ്വ മുഅ്മിനീങ്ങളുടെയും, മുഅ്മിനീങ്ങളുടെ കേട്ടോ, മുനാഫിക്കീങ്ങളെയും മറ്റേ ബിദഅത്തിന്റെ നമ്മൾ നോക്കുന്നില്ല, ഒക്കെ പോട്ടെ, മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ആ മഹാന്മാരോടുള്ള ഇഷ്ടം അങ്ങ് വരും, അങ്ങ് സ്വതവേ വരും. അല്ലാണ്ട് ആരെങ്കിലും പ്രസംഗിച്ചെടുത്തിട്ടുണ്ടോ ഇയാൾ ഇഷ്ടപ്പെടണം, ഈ സയ്യിദ് ഹുസൈൻ മദൻ തങ്ങളെ നിങ്ങളൊക്കെ ഇഷ്ടം വെക്കണം, അയാൾ അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ അങ്ങോട്ട് വരിക മഹാന്മാരോടുള്ള ഇഷ്ടം, അങ്ങനെയാണ് വരിക. ഫയൂലഉൽ ഖബൂൽ ഫിൽ അർളി, ഭൂമിയല്ല മനുഷ്യനെ അംഗീകാരം നൽകപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അൽ ഹുബ്ബു ഫീ ഖുലൂബിൽ നാസി, ജനങ്ങളുടെ ഹൃദയത്തിൽ ആ മനുഷ്യനോട് സ്നേഹം വരികയാണ്. വറല്ലാഹും അൻഹു ഫതമീലു ഇലൈഹിൽ ഖുലൂബു, മനസ്സുകൾ മുഴുവനും ആ മനുഷ്യനോട് ഇഷ്ടം വെച്ചിട്ട് ആ മനുഷ്യനെ അങ്ങ് തൃപ്തിപ്പെടുകയാണ്. പിന്നെ നമുക്ക് എന്തോ വിഷമോ പ്രയാസോ കടോ ബുദ്ധിമുട്ടോ എന്തുണ്ടെങ്കിലും നമുക്കൊരു ഒരു പ്രതീക്ഷ അവരടുത്ത് പോയി പറഞ്ഞാൽ ഓക്കെ. അതെങ്ങനെ നമുക്കറിയില്ല, അനുഭവിച്ചവർക്കേ അറിയൂ. ഒരു മനുഷ്യനൊരു ദിവസം പാലിക്കിനാല് ഓടി ഇങ്ങനെ വരുന്നത്, ഓടി വന്നിട്ട് മക്കാമിന്റെ അടുത്ത് പോയി കുറച്ചേരം ഇരുന്നിട്ട് പിന്നെയും അങ്ങോട്ട് തന്നെ ഓടി. കുറച്ചും കഴിഞ്ഞപ്പോ പിന്നെയും ഓടി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒന്നല്ല ഉസ്താദ്, എന്റെ മകളെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഡോക്ടർ പറയുന്നത് ഒരു അരമണിക്കൂറും കാത്തുക്കോ പിന്നെ ഓപ്പറേഷൻ ചെയ്യൂന്ന്. എന്താ വെള്ളം തീർന്നു വയ്ക്കണേ, മറ്റേത് തീർന്നു വയ്ക്കണേ ഒക്കെ. ഞാൻ ആ ബേജാറില് ഇവിടെ വന്ന് പറഞ്ഞതാണ്, എന്നിട്ട് തിരിച്ചു പോയി നോക്കിയതാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത് ഞാൻ ഓടി വന്നതാണ്. പക്ഷെ സലാമത്താക്കട്ടെ. ഇയാള് രണ്ടാമത് ചെന്നവൾക്ക് മോള് പ്രസവിച്ചു കഴിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിലാണ് മൂന്നാമത്തെ വരവ്.
അത് അല്ലാഹു തആലാനോട് അങ്ങനെയാണ്. റസൂൽ പഠിപ്പിച്ചെടുത്ത ദുആ എങ്ങനെയാണ്? ഞാൻ അവസാനിപ്പിക്കുക. രണ്ട് കണ്ണുമില്ലാത്തൊരു സഹാബി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, രണ്ട് കണ്ണുമില്ല, ലറീറുൽ ബസർ, നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ, അല്ലാഹു എന്റെ രോഗം ഒന്ന് മാറ്റിത്തരട്ടെ, ഒന്ന് ദുആ ചെയ്യൂ. ഹബീബായ റസൂൽ പറഞ്ഞു, ഇൻ ശിഅത സബർത വ ഇൻ ശിഅത ഉദ്ഉല്ലാഹ, ഉദ്ഉല്ലാഹ, നല്ലത് മോനെ, ഫഹുവ ഖൈറുൽ ലക, ക്ഷമിക്കലാണ് ഖൈറ്. രണ്ട് കണ്ണില്ലാതെ അങ്ങനെ ജീവിച്ചങ്ങ് പോയാൽ ആഖിറത്തിൽ വലിയ കൂലി കിട്ടാനുണ്ട് മോനെ, ക്ഷമിക്കലാണ് നല്ലത്. അതല്ല ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ദുആ ചെയ്തു തരാം. ഏത് വേണം? അയാൾ പറഞ്ഞു, ഉദ്ഉല്ലാഹ, ഒന്ന് ദുആ ചെയ്തു തരണം നബിയേ. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല വുളൂഅക ലിസ്സലാ, നീ പോയിട്ട് നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്തിട്ട് വാ. അങ്ങനെ വുളൂ ചെയ്തു. ഫസല്ലി റകഅതൈനി, പോയിട്ട് 2 റകഅത്ത് പോയി നിസ്കരിക്ക്. എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നത് പോലെ നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. എന്താ ദുആ? എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, യാ മുഹമ്മദു ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി. സമസ്തക്കാർ പഠിപ്പിച്ചു കൊടുക്കാനല്ല, പണ്ഡിതന്മാരത് ഹബീബായ മുത്തനബി ഒരു സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്തെന്ന്? മോനെ, ഒതോ എടുത്തിട്ട് 2 റകഅത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ്. ഇന്നി അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ ഇതാ നിന്നിലേക്ക് മുന്നിടുന്നു. എന്നിട്ടൊരു വിളിയാണ്, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ, ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി, ഞാനിതാ അങ്ങയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. എന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. അല്ലാഹുമ്മ ഫസഫിഹു ഫിയാ, പടച്ചോനെ എനിക്ക് വേണ്ടി മുഹമ്മദ് നബി തങ്ങൾ ചെയ്യുന്ന ശഫാഅത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. റസൂൽ പഠിപ്പിച്ചിട്ട് ദുആ. ഇയാൾ ഒരിടത്ത് വന്ന് നിസ്കരിച്ച് ദുആ ചെയ്തു, 2 കണ്ണിന്റെയും കാഴ്ച തുറന്നു നോക്കി. തവസ്സുലാക്കി ദുആ ചെയ്യാൻ ഹബീബ റസൂൽ പഠിപ്പിച്ചെടുത്തു. ഈ ഹദീസ് ഓതിയപ്പോൾ മുജാഹിദീങ്ങൾ പറഞ്ഞു അത് റസൂൽ ജീവിച്ചിരിപ്പം ചെയ്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, റസൂൽ വഫാത്തായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് അയാളൊരു പ്രശ്നം പരിഹരിക്കാൻ ഉസ്മാൻ തങ്ങളെ അടുത്തൊക്കെ പോയി. അവിടുന്ന് ഒരു പരിഗണന ഉണ്ടായില്ല. 2ാമത്തെ ദിവസവും പോയി, ഒരു പരിഗണനയില്ല. 3ാമത്തെ ദിവസവും പോയി, പരിഗണന ഒന്നുമില്ല. ഇത് കണ്ടെക്കുന്ന ഒരാളുണ്ടായി. അയാൾ വിളിച്ചു വരുന്നുണ്ട്. അങ്ങനല്ലേ നമ്മൾ വില്ലേജ് പോയിട്ട് കണ്ടിക്കുന്ന ഒരാള്, എന്തായി എന്റെ ഒരു പ്രശ്ന പരിഹാരത്തിന് ഞാൻ അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയെ സമീപിച്ചു. എന്നിട്ട് ഒന്നും നടന്നില്ല. എന്നാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇദ്ഹബ് ഫതവല്ല വുളൂഅക ലിസ്സലാ, പോയിട്ട് വുളൂ എടുക്കുക, 2 റകഅത്ത് നിസ്കരിക്കുക. ഞാൻ പഠിപ്പിച്ചിരുന്ന ദുആ റസൂലുള്ളാഹി വഫാത്തായിട്ട് കുറെ കൊല്ലം കഴിഞ്ഞാലാണ്. ഉസ്മാൻ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ അതിനിടക്ക് സിദ്ദീഖ് തങ്ങളുടെ രാജ്യം ഭരിക്കലും കഴിഞ്ഞ്, ഉമർ ഖത്താബിന്റെ 10 കൊല്ലവും കഴിഞ്ഞ്, അതിനൊക്കെ ശേഷം എന്താ ദുആ? തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക റബ്ബി. ഈ ദുആ പഠിപ്പിച്ചെടുത്ത് പോയിട്ട് ദുആക്ക് ഇതൊരു ചെല്ലു. അയാൾ പോയിട്ട് ഈ ദുആ ചെയ്തു. എന്നിട്ട് നേരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ ഭരണാധികാരി അടുക്കലേക്കാട്ട് കയറി പറവാരൊക്കെ ഒന്ന് മാറിയാട്ട് നിന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഓടി വന്നിട്ട് അയാളെ കൈയടിച്ച് കൊണ്ടുപോയി ഇരിക്കുന്ന വിരിപ്പൊക്കെ വിരിച്ചിട്ട് ഇരുത്തി. എന്താ വന്നെന്ന് ചോദിച്ചു. ഇന്ന പ്രശ്ന. അപ്പൊ തന്നെ പരിഹാരം. എന്നിട്ട് മോഡൻ പറഞ്ഞേ, അതിന് എന്താവശ്യം ഉണ്ടെങ്കിലും നിന്റെ അടുത്ത് വരണട്ടോന്ന്. നിങ്ങൾ നോക്കി, ദുആന്റെ പവർ അല്ലാണ്ട് വേറെ ആരും വിളിച്ചിട്ടൊന്നുമല്ല. MLA വിളിച്ചിട്ടൊന്നുമില്ല, മന്ത്രി വിളിച്ചിട്ടൊന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹിനെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മനസ്സിലങ്ങ് കയറി. അത് കേട്ടില്ല, അല്ലാഹു തആല കേറ്റി. സംഭവം നടന്നു. ഇതെപ്പോഴ് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് ഹബീബായ മുത്തുനബി വഫാത്തായിട്ട് 10-12 വർഷം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ സഹാബത്ത് നമുക്ക് ദീൻ പഠിപ്പിച്ചത്. ആ ദീനിലൂടെ നേരെ അങ്ങോട്ട് പോയാൽ സ്വർഗത്തിലെത്തൂ, അല്ലേ കഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് വയസ്സന്മാരായാലും ചെറുപ്പക്കാരാണെങ്കിലൊക്കെ വെറുതെ ബിദ്അത്തിലേക്കും കുഫറിലേക്കും നീങ്ങി പോവണ്ട. അള്ളാഹുവിന്റെ മഹാന്മാർ കാണിച്ചെന്ന മാർഗത്തിലൂടെ പാതയിലൂടെ ജീവിച്ച് അള്ളാഹു മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ.